ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നാളെ നിങ്ങളുടെ മാത്സിന്റെ എക്സാം ആണ് അല്ലേ? അപ്പൊ നമ്മൾ മെഗാ മാരത്തോൺ ഒക്കെ ആയിട്ട് നമ്മൾ കൃത്യം 7 മണിക്ക് വരുന്നതായിരിക്കും. അപ്പൊ ആ കാര്യം കൂടെ മിസ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചെടുക്കാം അല്ലേ? നാളെ നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് മിസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഒരു ക്യാഷ് ബില്ല് തന്നിട്ടുണ്ട്, അഥവാ നമ്മൾ ഇതിനെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയാം, വില വിവര പട്ടിക എന്ന് പറയാം. അങ്ങനെ ഏത് പേര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ വിളിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ നമുക്ക് ഇനം എന്താണ് അഥവാ ഐറ്റം എന്താണെന്ന് തന്നിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ നമുക്ക് വില എത്രയാണ് ഓരോ ഐറ്റത്തിന്റെയും വില. അപ്പൊ നിങ്ങൾ സ്കെയിൽ നോക്കിക്കേ, 8 രൂപയാണ് സ്കെയിലിന്. 6 സ്കെയിലാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെയെങ്കിൽ ആകെ എത്രയായി എന്നുള്ളൊരു ചോദ്യം വരും. ആകെ എത്രയായി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 8 × 6 ചെയ്താൽ മതി അല്ലേ? 8 × 6 എത്രയാടാ? 8 × 6 48, 48 ആൻസർ വരും. അപ്പൊ മൾട്ടിപ്ലിക്കേഷനെ പറ്റി പഠിക്കുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണേ. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടും കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നാലേ നാളെ നിങ്ങൾക്ക് നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു എക്സാമിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. റബ്ബർ 3 രൂപയാണ്. അതായത് ഒരു റബ്ബറിനാണ് ഇവിടെ 9 രൂപ തരുന്നത്. അങ്ങനെയെങ്കിൽ 3 റബ്ബറിന് എത്രയായിരിക്കും ആവുക? 9 + 9 + 9. പിന്നെ നമ്മൾ എങ്ങനെ എഴുതാം? 3 × 9 അഥവാ 3 × 9 എന്ന് എഴുതല്ലേ. 3 × 9 എത്രയാണ് നമുക്കറിയാം? 27 ആണ് മിസ്. ഞങ്ങളൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച മക്കളാണ്, ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന മക്കളാണെന്ന് മിസ്സിന് അറിയാം. അടുത്തത് കട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു കട്ടറിന് 5 രൂപയാണ്. 5 റുപ്പീസ് ആണ് ഒരു കട്ടറിന്. അങ്ങനെ 7 കട്ടറുകളാണ് വാങ്ങിയത് അല്ലേ. അപ്പൊ 5 × 7 5 × 7 എത്രയാണ്? നമുക്ക് 35 അഥവാ 35 നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് നോക്കിക്കേ, 9 രൂപ 9 റുപ്പീസ് ആണ്. എന്തിന്? പേനയ്ക്ക്. 4 പേനകളാണ് വാങ്ങിയത് അല്ലേ. അപ്പൊ 9 × 4 എന്ന് പറയുന്നത് 9 × 4 36. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് ആകെ എത്ര രൂപയായിരിക്കും ആവുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ഈ ടേബിളുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും നിങ്ങൾക്ക് വരും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോളൂ. ടേബിളിൽ നിങ്ങൾക്ക് ഇതേപോലെ ടേബിൾ തന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യം എന്തായാലും നാളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, നമുക്കിത് ആഡ് ചെയ്താലോ. ഈ 48ഉം 27ഉം 35ഉം 36ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടാൻ നോക്കാം. 8ഉം 7ഉം 8ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? 15 കിട്ടും അല്ലേ. 15 കിട്ടും. 15ന്റെ കൂടെ ഒരു 5, 15ഉം 5ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 20 കിട്ടും. 20ന്റെ കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാലോ നമുക്ക് 26 കിട്ടും അല്ലേ. 26 കിട്ടും. ഇനിയോ 4ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 2 6 ആണ്. +2 8 ആണ്. ഇവിടെയോ +3 11 ആണ്. ഇവിടെയോ +3 14 ആണ്. മനസ്സിലായോടാ? 4ഉം 4ഉം അതായത് ഇവിടെ 2ഉം 2ഉം 4ആണ്. ഇതും 4ആണ്. 4ഉം 4ഉം 8. 8നോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 8നോട് 2 കൂട്ടിയാൽ 10, ബാക്കി 4 കൂട്ടിക്കഴിഞ്ഞാൽ 14. 146 146 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇത് ഒറ്റയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് കൂടാതെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ലേഖ കടക്കാരന് 200 രൂപയുടെ നോട്ട് നൽകി. കടക്കാരൻ തിരിച്ചു നൽകിയത് എത്ര രൂപയാണ്? A note of ₹200 was given to the shopkeeper. How much rupees was returned back? 146 rupees ആണ്. ആയത് 200 രൂപയാണ് ലേഖക്കുട്ടി കൊടുത്തത്. ബാക്കി എത്രയാണ് ആയതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടത്. അപ്പൊ 0ൽ നിന്ന് 6 കുറയ്ക്കുക. 0ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടെ 10 ആയി. ഇവിടെ എന്ത് വന്നു? 9 വന്നു. ഇവിടെ 1 വന്നു അല്ലെ. 10 - 6 അഥവാ 10ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. 9ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? നമുക്ക് 5 കിട്ടും. അപ്പോൾ 54 അഥവാ 54 ആണ് ആൻസർ എന്ന് കിട്ടും. സോ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടോ? സെപ്റ്റംബർ ആയിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടോ? യെസ്. അപ്പൊ ഇതാ നമ്മുടെ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ്. എല്ലാവരും മെഗാ മാരത്തോണിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. അടിപൊളിയായിട്ട് മാത്സ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.